ഹലോ മക്കളെ, അപ്പോൾ എല്ലാവരും നമ്മുടെ USS എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ ചില പിള്ളേരെങ്കിലും ഇതെന്താ ഇതിന് പഠിക്കണ്ടേ, എത്രാം ക്ലാസ്സിലെ സിലബസാണ് പഠിക്കേണ്ടത്, എക്സാം എങ്ങനെയൊക്കെ ആയിരിക്കും വരിക, ഏതൊക്കെ ഇനി സയൻസ് മാത്രമേ ഉള്ളോ, സോഷ്യൽ ഉണ്ടോ, ഇനി മലയാളം ഉണ്ടോ, വേറെ ജനറൽ നോളേജ് പഠിക്കണോ, ഇനി എത്ര മാർക്ക് വേണം, എങ്ങനത്തെ എക്സാം ആണെന്നൊക്കെ അറിയത്തില്ലാതെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന കുറച്ച് പേരെങ്കിലും കാണും ഇല്ലേ? സോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോക്കകത്ത് നമുക്ക് എങ്ങനെയാണ് USS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എവിടെ നിന്നൊക്കെ ആയിരിക്കും ചോദിക്കുക, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ആരൊക്കെയാണ് ക്വാളിഫൈഡ് എന്നൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയേക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് സിലബസ് തന്നെ നോക്കാം. USS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികളും നമ്മുടെ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് നല്ല അരച്ച് കലക്കി പഠിച്ചോണം. ഓക്കെ, ഇപ്പം നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണ് ഈ എക്സാം എഴുതാൻ പറ്റുക അല്ലേ? ഇപ്പം എന്താണെങ്കിലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് പഠിച്ച് കാണത്തില്ലല്ലോ, കുറച്ച് പേരല്ലേ ആയി കാണത്തുള്ളൂ, ഒരു സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്തല്ലേ കാണത്തുള്ളൂ. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ USS എക്സാമിന് ആ 7ാം ക്ലാസ്സിലെ ഫുൾ പോർഷൻ ആദ്യം തൊട്ട് അവസാനം വരെ ഫുൾ പോർഷനും പഠിച്ചിരിക്കണം. ഓക്കെ, 7ാം ക്ലാസ്സിൻ്റെ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. പിന്നെ കുറച്ച് കറണ്ട് അഫയേഴ്സിനെ പറ്റിയും ജനറൽ നോളേജും ഒക്കെ കുറച്ചുണ്ടായിരിക്കണം. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ 6ാം ക്ലാസ്സിൽ നിന്നും 5ാം ക്ലാസ്സിൽ നിന്നൊക്കെ ചോദിക്കും, കുഞ്ഞു ക്വസ്റ്റ്യൻസ്. എന്താണെങ്കിലും മെയിൻ ഫോക്കസ് കൊടുക്കേണ്ടത് നമ്മുടെ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്സ് തന്നെയാണ്. ഓക്കെ, ദെൻ നമ്മുടെ എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്താണെങ്കിലും MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് MCQ. നമ്മളിങ്ങനെ ഈ essay ഒക്കെ എഴുതുന്നത് പോലെ നീട്ടി പിടിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിങ്ങനെ 1 വേർഡാണ്, ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് കാണും. ആ 4 ഓപ്ഷൻസ് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്ത് നമ്മുടെ OMR ഷീറ്റിൽ ബബിൾ ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെ കറുപ്പിച്ച് പോകുന്ന പരിപാടിയാണ്. OMR യൂസ് ചെയ്തിട്ടില്ലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ, അത് ചെയ്തിട്ടില്ലാത്തവർക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം എന്താണെങ്കിലും MCQ മോഡലായിരിക്കും. നമ്മുടെ എക്സാം മൊത്തം 90 മിനിറ്റ്സ് ആണ് കേട്ടോ. ദാറ്റ് മീൻസ് 1.5 മണിക്കൂർ. 1.5 മണിക്കൂറായിരിക്കും നമ്മുടെ എക്സാം, 90 മിനിറ്റ്സ്. ഈ എക്സാമിൽ 2 പാർട്ടുണ്ട്, പേപ്പർ 1ഉം പേപ്പർ 2ഉം. ഓക്കെ, പേപ്പർ 1 എഴുതാനായിട്ട് നമ്മുടെ കയ്യിൽ 45 മിനിറ്റ്സാണ് ഉള്ളത്. 45 മിനിറ്റ്സ്, 3/4 മണിക്കൂർ. ബാക്കി 45 മിനിറ്റ്സ് നമ്മുടെ പേപ്പർ 2 എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും. പേപ്പർ 1ൽ ചോദിക്കുന്നത് മലയാളം ഫസ്റ്റ്, മലയാളം സെക്കൻഡ് ആൻഡ് മാത്സ് അല്ലേ? നമ്മുടെ കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി, കണക്കും. ഇത് 3 ആയിരിക്കും നമ്മുടെ പേപ്പർ 1ൽ ചോദിക്കുക. ഓക്കെ, സോ 45 മാർക്സ് വെയിറ്റേജിനായിരിക്കും ഈ 3 എണ്ണവും ചോദിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ മലയാളം ഫസ്റ്റ്, കേരള പാഠാവലി, മലയാളം ഫസ്റ്റിനകത്തുനിന്ന് 15 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. 15 ക്വസ്റ്റ്യൻസ്. ഈ 15 ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ചിട്ടായിരിക്കും. ഓക്കെ, സോ മലയാളം ഫസ്റ്റിൽ 15 ചോദ്യങ്ങൾ ചോദിക്കും. ആ 15 ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്യണം. ഓക്കെ, എന്നാൽ മലയാളം സെക്കൻഡ് നമ്മുടെ അടിസ്ഥാന പാഠാവലിക്ക് ഇങ്ങനെയല്ല. അതിനകത്തൊന്നും 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ എല്ലാം ആൻസർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്കറിയാവുന്ന 10 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി. ഓക്കെ, മാറിപ്പോവല്ലേ. നമ്മുടെ കേരള പാഠാവലി മലയാളം ഫസ്റ്റിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിലെ 15 ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്യണം, മസ്റ്റായിട്ടും ചെയ്യണം. എന്നാൽ നമ്മുടെ മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠാവലി അതിനകത്തുനിന്നും 15 ചോദ്യങ്ങൾ ചോദിക്കും, പക്ഷെ നമ്മൾ 10 എണ്ണം ആൻസർ ചെയ്താൽ മതിയാവും. ഓക്കെ, പിന്നെ നമ്മുടെ മാത്സ്, കണക്ക്, അതിനകത്തുനിന്ന് 20 ചോദ്യങ്ങൾ ചോദിക്കും. 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതിലെ എല്ലാം ആൻസർ ചെയ്യണം. 20 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ചിട്ട് അങ്ങനെ പേപ്പർ 1ന് 45 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പേപ്പർ 1ൽ നമ്മളോട് ചോദിക്കുക. 45 മാർക്സിൻ്റെ. ക്ലിയർ ആണോ മക്കളെ? സോ നമുക്ക് മലയാളം ഫസ്റ്റിൽ നിന്ന് 15 മാർക്ക് വേണം, മലയാളം സെക്കൻഡിൽ നിന്നും 10 മാർക്ക് വേണം, മാത്സിൽ നിന്നും 20 മാർക്ക് വേണം. ഇത്രയും മാർക്ക് നമുക്ക് കിട്ടിയാൽ പേപ്പർ 1ന് നമുക്ക് 45 മാർക്സ് ഇങ്ങനെ എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ തന്നെ പേപ്പർ 2 ഉണ്ട്. പേപ്പർ 2ൽ ആരൊക്കെയാന്ന് നോക്കിക്കേ. ഇംഗ്ലീഷ് ഉണ്ട്, ബേസിക് സയൻസ് ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്. ഓക്കെ, ഇതിനും ഇതുപോലെ തന്നെ 45 മാർക്സിൻ്റെ ആണ് നമ്മുടെ പേപ്പർ 2വിൽ നിന്ന് ചോദിക്കുക. 45 മിനിറ്റ്സ് ആയിരിക്കും നമുക്കിത്
ആൻസർ ചെയ്യാൻ വേണ്ടി കിട്ടുന്ന സമയം ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് വെച്ചിട്ട്. ഓക്കെ, അതിൽ ഇംഗ്ലീഷിനകത്തു നിന്ന് 15 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കും. 15 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ 15 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം. 15 ആൻസർ ചെയ്യണം. ആകെ 15 ചോദ്യങ്ങളെ ചോദിക്കത്തുള്ളൂ. ആ 15 ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്യണം. ഇനി ബേസിക് സയൻസിനകത്തു നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം EVS എന്ന് പറയുന്നവരും കാണും കേട്ടോ. ബേസിക് സയൻസ്. ഈ ബേസിക് സയൻസിനകത്തു നിന്ന് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 20 ക്വസ്റ്റ്യൻസ് ചോദിക്കും. പക്ഷെ അതിൽ 20 എണ്ണവും ആൻസർ ചെയ്യണമെന്നില്ല. 15 എണ്ണം ചെയ്താൽ മതിയാവും. ഓക്കെ, 15 എണ്ണം ചെയ്താൽ മതിയാവും. ഫുള്ള് നമ്മൾ ചെയ്യണമെന്നില്ല. ഓക്കെ, സോ ഇവിടെ നമുക്ക് 15 മാർക്ക് കിട്ടി, ഇവിടെ നിന്ന് 15 മാർക്ക് കിട്ടി. ഇനി നമ്മുടെ സോഷ്യൽ സയൻസ്, ഓക്കെ, സാമൂഹ്യ ശാസ്ത്രം. സോഷ്യൽ സയൻസിനകത്തുനിന്നും ഇതുപോലെ തന്നെ 20 ചോദ്യങ്ങൾ ചോദിക്കും. 20 ക്വസ്റ്റ്യൻസ്. ഇവിടെയും നമുക്ക് 20 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെന്നില്ല. 15 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി. അപ്പം നോക്കിക്കേ, ഇംഗ്ലീഷിന് 15 മാർക്സ്, ബേസിക് സയൻസിന് 15 മാർക്സ് ആൻഡ് സോഷ്യൽ സയൻസിന് 15 മാർക്സ്. ഇത് മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ പേപ്പർ 2-ന് നമുക്ക് 45 മാർക്സ് കിട്ടും. 45 മാർക്സ്. അങ്ങനെ പേപ്പർ 1-ൽ നിന്നും 45 മാർക്സ്, പേപ്പർ 2-ൽ നിന്നും 45 മാർക്സ്. അങ്ങനെ ഫൈനലി 90 മാർക്സിനായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഔട്ട് ഓഫ് 90-ലായിരിക്കും നമുക്ക് മാർക്ക് വരിക. ഓക്കെ, പേപ്പർ 1-ൽ നിന്നും 45 മാർക്സ് ആൻഡ് പേപ്പർ 2-ൽ നിന്നും 45 മാർക്സ്. അത് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലേ? ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റില്ലേ? യെസ്, പറ്റൂല്ലേ? ഇനി ഹു വിൽ വിൻ? ആരായിരിക്കും ഇതിൽ ജയിക്കുക, അല്ലെങ്കിൽ ആരൊക്കെയായിരിക്കും ഇതിനകത്ത് ക്വാളിഫൈഡ് ആവുക? അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഔട്ട് ഓഫ് 90-ലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലേ? ഔട്ട് ഓഫ് 90-ൽ 63 മാർക്സ് ഉള്ള കുട്ടികളായിരിക്കും. 63 മാർക്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക. 63 മാർക്കോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കോ. ദാറ്റ് മീൻസ് 70% മാർക്ക് ഉണ്ടായിരിക്കണം. 70% മാർക്കുള്ള കുട്ടികളാണ് USS എക്സാം ക്രാക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് 90-ൽ 63 അതിന് മുകളിലേക്കോ മാർക്കുള്ള കുട്ടികൾക്കായിരിക്കും USS എക്സാം പാസ്സാകാൻ പറ്റുക. ഇനി അതിൽ ഒരു ട്വിസ്റ്റും കൂടിയുണ്ട്. ഈ USS എക്സാം പാസ്സാകുന്ന കുട്ടികൾക്ക് ഉറപ്പായിട്ടും സ്കോളർഷിപ്പ് കിട്ടും. ഇനി അതല്ലാതെ വേറൊരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? ഗിഫ്റ്റഡ് ചിൽഡ്രൻ. നമ്മുടെ ഓരോ ജില്ലകളിൽ നിന്നും ടോപ്പ് മാർക്ക് കിട്ടിയ 40 കുട്ടികളെ തിരഞ്ഞെടുക്കും. അപ്പം എല്ലാ ജില്ലകളിൽ നിന്നും 40 കുട്ടികളെ വെച്ച് തിരഞ്ഞെടുക്കും. ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടിയ കുട്ടികൾ. ആ കുട്ടികളെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലേക്ക് നമ്മൾ കയറ്റും. ആ കുട്ടികൾക്ക് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. കുറേ ക്യാമ്പുകളും ദെൻ കുറേ ടൂറുകൾ, ദെൻ അവർക്ക് കുറേ സ്റ്റഡി മെറ്റീരിയൽസ് കൊടുക്കും, കുറേ ബുക്കുകൾ കൊടുക്കും. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പം അങ്ങനെ ടോപ്പ് മോസ്റ്റ് 63 മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് USS എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിൽ ടോപ്പായിട്ട് നിൽക്കുന്ന 40 സ്റ്റുഡൻസ്, ഓരോ ജില്ലയിലെയും 40 സ്റ്റുഡൻസ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആയിട്ട് കയറുന്നതായിരിക്കും. പിന്നെ ഒരു മെയിൻ കാര്യം, നമുക്കിവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സംശയിച്ചെഴുതിയാലും എൻ്റെ മാർക്ക് അവിടെ കുറയുമോ എന്ന് പേടിക്കേണ്ട ആവശ്യം വരില്ല. നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല. ഇത്രയും സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ USS എക്സാം. ഇതെങ്ങനെയാണ് എക്സാം വരിക? പിന്നെ സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികളിൽ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും മലയാളം മീഡിയത്തിലുള്ള കുട്ടികൾക്കാണെങ്കിലും ഒരേപോലെ തന്നെ ഈ എക്സാമിന് പങ്കെടുക്കാൻ പറ്റും. മെയിൻലി സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾക്കാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ജനിച്ചു വളർന്ന കുട്ടികൾക്കുമായിരിക്കും ഈ ഒരു എക്സാം എഴുതാൻ പറ്റുക. അപ്പം ഇത്രയേ ഉള്ളൂ USS എക്സാം. നിങ്ങൾക്ക് എന്നാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമ്മുടെ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ അങ്ങ് പഠിച്ചാൽ മതി. അത് പഠിച്ച് നേരെ പോയിട്ട് എക്സാം എഴുതിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങളെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ലൈവ് വീഡിയോസ് ഒക്കെ ഉണ്ട്. നമ്മളത് ഷെഡ്യൂൾ ചെയ്ത് നിങ്ങളെ അറിയിക്കും. സോ നമ്മളെ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ഗൈഡുകളുടെയോ ഒന്നിൻ്റെയും ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് എക്സാമിന് വേണ്ടി അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഈസി ആയിട്ട് നമുക്ക് ഗിഫ്റ്റഡ് ചിൽഡ്രനും ആകാം, അടിപൊളിയായിട്ടിരിക്കാം. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയെന്ന് മിസ്സിന് തോന്നുന്നു. ഇനി ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.